Hello everyone, welcome to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കും എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് കോഫി ക്രീം ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഡാൽഗോണ കോഫിയൊക്കെ ചെയ്ത പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ വാം വാട്ടർ, ഇത് മൂന്നും ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മളുടെ ക്രീം ബീറ്റ് ചെയ്തിട്ട് ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട, പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും മുട്ടയെല്ലാം നന്നായിട്ട് ബീറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായി ബീറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മുഴുവനും ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു 30 to 35 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് പൗഡർഡ് ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം റെഡിയായാലും നമുക്കൊരു റഫ് ഫീലിംഗ് വരും. അപ്പോൾ നമ്മളുടെ ബീറ്ററിൻ്റെ അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് തന്നെ ക്രീം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അവസാനം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അത് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ ലോ സ്പീഡിലിട്ടിട്ട്
ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ കേക്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് അല്ല യൂസ് ചെയ്യാൻ പോകുന്നത്, കോഫി സിറപ്പാണ്. അത് നമ്മൾ പാലും പഞ്ചസാരയും കോഫി പൗഡറും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് അത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് വെറ്റ് ചെയ്യാൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ക്രീം തേച്ച് കൊടുക്കാം. ശേഷം നമുക്ക് അടുത്ത ലെയർ വെക്കാം. നമ്മളിത് രണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് കേക്ക് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം ക്രീം കൊണ്ട്. അതിനു മുമ്പ് നമ്മൾ കോഫി സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം കേക്കിൽ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതൊരു അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടി കോഫി ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈനിങ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാൻ ഞങ്ങളുടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഞാനിത് ഒന്ന് ഡിസൈനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലൊരു 2-3 മണിക്കൂർ വെക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഡാൽഗോന കോഫി കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.